രാവിലെ നച്ചു അയച്ച ഫോട്ടോസ് കണ്ടത് മുതൽ ശിവ വിളിക്കാൻ തുടങ്ങിയതാണ്. ഫോൺ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല എന്ന് അവൾ മെസ്സേജ് അയച്ചത് കണ്ടിട്ട് പിന്നെയും വിളിച്ചോണ്ടിരുന്നു. ഷോ, ഇവൾ ഇനി പോയി വന്നാൽ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഉറപ്പാണ്. അതിനു മുമ്പ് ഒന്ന് കാണാമെന്ന് കരുതിയാണ് വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുന്നത്. റൂമിൽ കയറി സാരിയൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ചു പറിച്ചെടുത്തു. അഴിഞ്ഞു പോകുമോ എന്നുള്ള അവളുടെ പേടി കാരണം അമ്മയെ കൊണ്ട് അവിടെയുള്ള പിന്ന് മൊത്തം സാരി കുത്തിവെപ്പിച്ചിട്ടുണ്ട്. അഴിക്കുമ്പോഴാണ് അതിന്റെ കഷ്ടപ്പാട് മനസ്സിലായത്. ഇതൊക്കെ ഡെയിലി ഉടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. മനുഷ്യനിവിടെ ചൂടെടുത്തിട്ട് വയ്യ എന്നും പറഞ്ഞ് ഫാൻ ഫുൾ സ്പീഡിലിട്ടു. അവൾ പാവാടയും ബ്ലൗസും മാത്രം ഇട്ട് വെടി മലർന്നു കിടന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ഫോൺ അടിച്ചത്. വീഡിയോ കോൾ ആണെന്ന് നോക്കാതെ അവൾ അറ്റൻഡ് ചെയ്ത് ചെവി വെച്ചു. ശിവയാണെങ്കിൽ ഇവൾ ഇതെന്താ ഇങ്ങനെയൊന്നും വിചാരിച്ച് സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. ചെവിയിലേക്ക് വെച്ചതിനാൽ അവനൊന്നും കാണുന്നില്ലായിരുന്നു. ദേവേട്ട, എന്താ ഒന്നും പറയാത്തത്? മോൾ ആദ്യം ആ ഫോൺ മുഖത്തോട്ട് കാണിക്കും. അവൻ പറഞ്ഞത് കേട്ട് കിടന്നുകൊണ്ട് തന്നെ അവൾ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. വീഡിയോ കോൾ ആയിരുന്നു, ഞാൻ നോക്കിയില്ല. ഞങ്ങൾ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ. നച്ചു എന്തൊക്കെ പറഞ്ഞിട്ടും ശിവ അവളെ തന്നെ നോക്കി നിൽക്കുന്നതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. ദേവേട്ട, ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? ഇവിടെ ഇടയ്ക്കൊക്കെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അതാണോ? ശിവയാണെങ്കിൽ അവളുടെ കോലം കണ്ട് ആകെ ഞെട്ടിയിരിപ്പാണ്. ഫോൺ പൊക്കി പിടിച്ചതിന് ബ്ലൗസും അതിന് താഴെയായി വയറും ഒക്കെ കാണാം. അവളാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ശിവയുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇവൾ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചേ അടങ്ങും. നച്ചു, ഞാനും വികാരങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. അതെന്തിനാ ഇപ്പൊ പറഞ്ഞത്? മോളുടെ വേഷം എന്താണോ ഒന്ന് നോക്ക്, എന്നിട്ട് ബാക്കി പറ. അവൾ ജസ്റ്റ് ഒന്ന് നോക്കി പെട്ടെന്ന് ഫോൺ മുഖത്തിന് നേരെ മാത്രമാക്കി. ആകെ ചമ്മിയതുപോലെ ഒന്ന് ചിരിച്ചു. നച്ചുക്കുട്ടിക്ക് നാണമൊക്കെ വരുന്നുണ്ടോ? എനിക്ക് നാണമൊന്നുമില്ല. ആ, അതെന്നേക്കാൾ കൂടുതൽ വേറെ ആർക്കാണ് അറിയുന്നത്? ഈ സീൻ ഞാൻ കാണുന്നത് രണ്ടാമത്തെ തവണയാണ് എന്ന് മോൾ മറന്നുപോയോ? ഞാൻ ചൂടെടുത്തിട്ട് സാരി അഴിച്ചതാ. ഫോൺ അടിച്ചപ്പോ പെട്ടെന്ന് ഓർത്തില്ല. ഞാൻ ആയതുകൊണ്ട് സാരമില്ല. വേറെ വല്ലവരും ആണെങ്കിൽ എന്തായനെ മോളുടെ അവസ്ഥ? എനിക്കിതൊന്നും വലിയ പ്രോബ്ലം അല്ല ദേവേട്ട. അവിടെയൊക്കെ ഞാൻ ഷോർട്സും ക്രോപ്പ് ടോപ്പും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് നാട്ടിൽ വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ പപ്പ അതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും എല്ലാവരും തമ്മിൽ പ്രശ്നങ്ങളാവുമോ എന്നുള്ള മമ്മയുടെ പേടി കൊണ്ടാണ് ഇവിടെ അതൊന്നും യൂസ് ചെയ്യാതിരുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വയസ്സായ ആൾക്കാരല്ലേ, അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്നാണ് മമ്മ പറയുന്നത്. എനിക്കറിയാം, ഇവിടെ എത്രയൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്താൽ എല്ലാവരും അവളെ തുറച്ചു നോക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുമെന്ന്. ദേവേട്ടനും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയണമെന്ന് തോന്നി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? എന്ത്? നീ എന്ത് ചെയ്താലും അതിനൊരു കാരണം പറയുന്നു. ഓ, അങ്ങനെ. നച്ചു, നീ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ ഡ്രസ് ഇടുമ്പോൾ എന്താ തോന്നുന്നെന്ന് അറിയില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും വേഷം നോക്കി വിലയിരുത്തിയിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പലപ്പോഴും നീ പറഞ്ഞതുപോലെയൊക്കെ പെൺകുട്ടികളെ നോക്കി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നീ ജീവിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുപോലെ അല്ല എന്ന് എനിക്കും അറിയാം. സോ ഐ ഡോണ്ട് കെയർ. പക്ഷെ ആകെ ഒരു കുഴപ്പമുള്ളത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും എന്നുള്ളതാണ്. ഇതും പറഞ്ഞ് ശിവ ഒന്ന് ചിരിച്ചു. ദേവേട്ടന് എന്ത് തോന്നിയാലും ഞാനും കൂടി വിചാരിക്കാതെ ഒന്നും നടക്കില്ലല്ലോ. പിന്നെ നീ സമ്മതിച്ചിട്ടാണല്ലോ ഞാൻ നിന്നെ കിസ് ചെയ്തതൊക്കെ. ട്രെയിനിൽ വെച്ച് തന്ന സമ്മാനമൊക്കെ മോൾ ഇത്ര പെട്ടെന്ന് മറന്നോ? നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഉറപ്പായത് കൊണ്ടാണ് നച്ചു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാലും നിന്റെ സമ്മതം ഇല്ലാതെ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല. പിന്നെ എന്റെ പെണ്ണ് അതൊക്കെ എന്റെ പ്രണയാണെന്ന് കരുതി ക്ഷമിച്ചേക്ക്. ഇത് നിന്നോട് പറയണമെന്ന് ഞാൻ ആ സമയം തന്നെ വിചാരിച്ചതാണ്. പിന്നെ എന്തോ പറ്റിയില്ല. എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നെങ്കിൽ അതിനുള്ള മറുപടി ദേവേട്ടന് അപ്പൊ തന്നെ ഞാൻ തന്നേനെ. അപ്പൊ നച്ചുക്കുട്ടിക്ക് ദേവേട്ടനോടുള്ള ഇഷ്ടം കൂടി വരുന്നുണ്ടല്ലേ? ഇനി എപ്പോഴാ കാണാൻ പറ്റുന്നേ? നിങ്ങൾ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചോ? ഇവിടെ വന്നിട്ട് പോവുകയാണ്, എനിക്ക് നിന്നെ ഒന്ന് കാണാമായിരുന്നു. ഇത്രയും ദിവസം കണ്ടിട്ട് മതിയായില്ലേ? ഈ ജീവിതകാലം മൊത്തം കണ്ടാലും മതിയാകില്ല എന്ന് തോന്നിയത് കൊണ്ടല്ലേ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. ഇനി നീയും കൂടി സമ്മതിച്ച പിന്നെ കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ വേറെ ഒരാളും എന്റെ സമ്മതത്തിന് കാത്തു നിൽക്കുന്നുണ്ട്. അജു ആയിരിക്കും അല്ലേ? നമ്മുടെ കാര്യം സെറ്റായാൽ മാത്രമേ അവന്റെ അപ്പുവിന്റെ കാര്യം നടക്കൂ. അയ്യോ, ദേവേട്ടനോട് സംസാരിച്ച സമയം പോയി. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാരും കൂടി സദ്യ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടതാണ്. അവരൊക്കെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പിന്നെ വിളിക്കാം. ഡി, വെക്കുന്നതിന് മുമ്പ് ആ ഫോൺ ആദ്യം പിടിച്ചതുപോലെ ഒന്ന് പിടിച്ചേ. അയ്യടാ, ദേവേട്ട അങ്ങനെ ഇപ്പൊ ഒന്നും കാണണ്ട. അതൊക്കെ ഞാൻ പണ്ടേ നല്ലോണം കണ്ടതാണ് മോളെ. പിന്നെ ചുമ്മാ ഒന്ന് ചോദിച്ചതാ. കിട്ടിയാ കിട്ടി, അത്ര തന്നെ. അപ്പൊ തന്നെ ഫോണും കട്ട് ചെയ്ത് നച്ചുപോയി. അമ്മേ, ഡി, നീ എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ ശിവയെ ഫോൺ വിളിച്ചതാ. ഇപ്പൊ ഫുൾ ടൈം ഫോൺ വിളിയാണല്ലോ മോളെ. നീ ഒന്നും മിണ്ടാതിരിക്കും. അമ്മയൊക്കെ കേട്ടാൽ ഇപ്പൊ തന്നെ എല്ലാരെയും അറിയിക്കും. ഞാൻ തന്നെ എല്ലാവരോടും പറയുന്നതല്ലേ നല്ലത്. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഓരോ പണികൾ ഏറ്റെടുത്തു. ഞാനും അജു പച്ചക്കറി മുറിക്കലും തേങ്ങ ചിരകലും ഒക്കെ പോലുള്ള ചെറിയ പണികളായിരുന്നു. ബാക്കി എല്ലാവരും കറികളൊക്കെ ഉണ്ടാക്കി.
എല്ലാവരും ഒന്നിച്ച് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് റെഡിയായി. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചു. അജു, വയറൊക്കെ നിറഞ്ഞ് പൊട്ടാറായ പോലെയുണ്ട്. കുറെ കറികളൊക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ ഇങ്ങനെയൊന്നും കഴിക്കാറില്ലല്ലോ, അതാ എന്തൊക്കെയോ തോന്നുന്നത്. ഇനി ഞാൻ കുറച്ചു സമയം ഉറങ്ങട്ടെ. അമ്മ വിളിക്കുമ്പോ പറയണേ, എനിക്ക് രാത്രി ഫുഡൊന്നും വേണ്ട. ദേവേട്ടാ, വീട്ടിലെത്തിയോ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് സദ്യയൊക്കെ കഴിച്ചിട്ട്? അയ്യോ, ഞാൻ വയറു പൊട്ടി മരിച്ചു പോകും എന്ന അവസ്ഥയായി ലാസ്റ്റ് പായസം കൂടി കുടിച്ചപ്പോൾ. രാത്രി ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ നാളെ കഴിഞ്ഞാ പോവും. പപ്പ ടിക്കറ്റ് എടുത്തു. അവർക്ക് അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് എന്തോ പോലെയാണെന്ന് പറഞ്ഞു. ഇനി പോയാൽ പിന്നെ എപ്പോഴാ വരിക? ഒന്നും പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം പൂജയുടെ പേര് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വന്നതല്ലേ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, കാവിലൊക്കെ വിളക്ക് വെക്കാറില്ലേ? കാവിലും നഗത്തറയിലും ഒക്കെ എല്ലാ ദിവസവും അപ്പു വിളക്ക് വെക്കാറുണ്ട്. അവൾക്ക് പറ്റാത്ത ദിവസം അമ്മയോ മുത്തശ്ശിയോ ചെയ്യും. ഞാൻ അവിടെ എയർപോർട്ടിൽ വരട്ടെ. പോയാൽ ഇനി എപ്പോഴാ കാണാൻ പറ്റുക എന്നറിയില്ലല്ലോ. അവിടെ നിന്ന് ഇവിടെ വരെ എന്നെ കാണാനായിട്ട് വരണോ? നിന്നെ കാണാൻ വേണമെങ്കിൽ നിന്റെ ഓസ്ട്രേലിയ വരെ വരും മോളെ. എന്തോ എപ്പോഴും കാണാൻ തോന്നും, അടുത്തിരിക്കാൻ തോന്നും, ഒരുപാട് സംസാരിക്കാൻ തോന്നും. നിനക്ക് പിന്നെ ഇമാതിരി ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. ഡേവിഡിന്റെ അത്രയില്ലെന്നേ ഉള്ളൂ. എനിക്കും കാണാനും സംസാരിക്കാനും ഒക്കെ ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. കുറച്ചു കാലം ഇങ്ങനെയൊക്കെ നമുക്ക് പ്രേമിച്ചു നോക്കാം, അല്ലേ നച്ചു? എനിക്ക് ഉറപ്പാണ് കുറച്ചു കാലം കഴിയുമ്പോൾ എന്നെ നീ ഒരുപാട് സ്നേഹിക്കുമെന്ന്. നീ പറഞ്ഞ പോലെ ജീവിതകാലം മൊത്തം കൂടെ വേണമെന്ന് തോന്നുമെന്ന്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ. നമ്മൾ തമ്മിൽ തിരുമേനി പറഞ്ഞ പോലെ മുജ്ജന്മത്തിൽ ഒരുപാട് സ്നേഹിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അല്ലേ ഇപ്പൊ ഇത്ര ഇഷ്ടം തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കാണാൻ പോലും ചിലപ്പോൾ സാധ്യതയില്ലായിരുന്നു. മുത്തശ്ശ ഇപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് കൊണ്ടല്ലേ മാമനെ കണ്ടെത്താനും നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരാനും കാരണം. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഞാനും ഓസ്ട്രേലിയയിലുള്ള നീയും തമ്മിൽ കാണുക എന്നുള്ളത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യല്ലേ. നീ എന്താ നച്ചു ഒന്നും പറയാത്തത്? ദേവേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ. സമയം കുറേയായി, നീ പോയി ഉറങ്ങിക്കോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഫോൺ വെച്ചിട്ട് നച്ചു ശിവ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു. എന്താടി ആലോചിക്കുന്നേ? അജുവിനോട് ശിവ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ മുമ്പ് കണ്ടത് അവൻ അറിയില്ലെങ്കിലും അവൻ പറഞ്ഞത് ശരിയല്ലേ. ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത നിങ്ങൾ കണ്ടത് ലക്ഷ്മിയുടെ ആനന്ദന്റെയും സ്നേഹത്തിന്റെ ഫലമായിട്ടായിരിക്കും. നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയാറില്ലേ. അവരുടെ കാര്യത്തിൽ ദൈവത്തിന് പോലും വിഷമം തോന്നിക്കാണും. അതായിരിക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തത്. നമ്മുടെ കാര്യം തന്നെ ആലോചിക്കേ. എത്ര വെറുപ്പുണ്ടായിരുന്നതാണ് ശിവയോട്. ഇപ്പൊ അതൊന്നും തന്നെയില്ല. ജീവിതത്തിൽ ഒരിക്കലും അവനെ കാണരുതെന്ന് ആഗ്രഹിച്ച നീ ഇപ്പോ അവനെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. എല്ലാം സംഭവിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. എപ്പോഴും ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ നീ ഇടയ്ക്ക് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നിന്റെ ഉള്ളിൽ പ്രണയം എന്ന് ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്ന പപ്പയുടെയും അമ്മയുടെയും ലൈഫായിരിക്കും. അവരുടെ വീട്ടുകാരെ ഓർത്തുള്ള സങ്കടം കണ്ട് വളർന്ന നിനക്ക് പ്രണയത്തെ ചെറുതായിട്ടെങ്കിലും പേടിയുണ്ടാകും. എല്ലായ്പ്പോഴും പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ വീട്ടുകാർ നമ്മെ എതിർക്കുകയൊന്നുമില്ല. പ്രത്യേകിച്ച് നിനക്ക് ശിവയുടെ കാര്യത്തിൽ. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലായോ നച്ചു? എനിക്കറിയാം അജു, ഇതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി ശിവയ്ക്ക് നിന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അജു പറഞ്ഞൊക്കെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ചെറുപ്പം മുതൽ തന്റെ മനസ്സിലുള്ളത് അവന് പെട്ടെന്ന് മനസ്സിലാവും. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവന്റെ കയ്യിലുണ്ടാകും. കുറച്ചു കാലം ദേവേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പ്രേമിക്കാം. രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് അറിയാമെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇന്നൊരു ദിവസം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ തന്നെയാണ്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവരൊക്കെ. അച്ഛനും അമ്മയും കുറച്ചുനാൾ കൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞത് രണ്ടാൾക്ക് നല്ല സന്തോഷാണ്. കുറെ കാലമായില്ലേ മോനെ ഒന്ന് കണ്ടിട്ട് പോലും. എനിക്ക് വിഷമാവോ എന്ന് കരുതി അജു പോലും ഇവരെ കാണാൻ വരാറില്ല. ഇവർക്കും എല്ലാം അറിയുന്നത് കൊണ്ടും എന്നോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടും ഇന്ന് വരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. നാളെ ഇവിടുന്ന് പോകണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. ശരിക്കും ഇവിടെയൊക്കെ നല്ലോണം മിസ് ചെയ്യും. ഇന്നൊരു ദിവസം ദേവേട്ടനെയും വിളിച്ചില്ല. എന്തോ ആകെ ഒരു സങ്കടമാണ്. നാളെ എയർപോർട്ടിൽ വരാൻ പറ്റുമെങ്കിൽ വരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുവേണ്ടി ഇവിടെ വരെ വരാൻ പറയാൻ തോന്നിയില്ല. രാത്രി തന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. ആരോടും എയർപോർട്ടിലൊന്നും വരേണ്ട എന്ന് പറഞ്ഞ് ഞാനും അജുവും. പോകുമ്പോൾ ഇപ്പോ ഉള്ളതിനേക്കാളും വിഷമാവും അവിടെ നിന്ന് കണ്ടാൽ. ഇവിടുന്ന് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ അനൂപേട്ടന്റെ ഓട്ടോയ്ക്ക് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു. ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള ഫ്ലൈറ്റ്. രാവിലെ എഴുന്നേറ്റ് രണ്ടാളും പെട്ടെന്ന് തന്നെ റെഡിയായി. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അമ്മയ്ക്കും അച്ഛനും വലിയ വിഷമമൊന്നുമില്ല. അവിടേക്ക് തന്നെ അവരും വരുമല്ലോ. പക്ഷെ മുത്തച്ഛനും മുത്തശ്ശി നല്ല സങ്കടത്തിലാണ്. അനൂപേട്ടന്റെ കൂടെ വണ്ടിയിൽ കയറി. നിങ്ങളെ പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. ഞങ്ങളും അനൂപേട്ടനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാത്തത് കൊണ്ടാണ് അന്ന് യാത്രയൊക്കെ പറഞ്ഞത്. കുറെ എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്നത് വരെ. ഞങ്ങളെ അവിടെ ആക്കി അനൂപേട്ടൻ തിരിച്ചുപോയി. കുറച്ചു നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിലിരുന്നു.
അജു, ഈ വരവിൽ എന്തൊക്കെയാ നടന്നത് അല്ലേ? നമ്മുടെ ലൈഫിൽ പ്രണയിക്കണം എന്ന് പറഞ്ഞെങ്കിലും അതിന് ഇത്ര നാൾ കാത്തിരുന്നതൊക്കെ ഇവിടെ വരാനായിരുന്നു അല്ലേ? എനിക്ക് അപ്പുവിനേക്കാൾ നല്ലൊരു ലൈഫ് പാർട്ണർ വേറെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നെയും നിന്നെയും നമ്മുടെ ബന്ധത്തെ അവളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റില്ല. എപ്പോഴും ഫോൺ വിളിക്കണമെന്നോ സംസാരിക്കണമെന്നോ വാശി അവൾക്കില്ല. ചിലപ്പോ എനിക്ക് തോന്നും എന്നെക്കാൾ കൂടുതൽ അവൾക്കിഷ്ടം നിന്നോടാണെന്ന്. അതായിരിക്കാം എനിക്ക് അവളോട് ഇത്രയും ഇഷ്ടം. അജു, നീ അപ്പുവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും നിനക്ക് അവളോടുള്ള ഇഷ്ടം. എനിക്കും ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ റിലേഷനിൽ. എല്ലാവരുടെയും ഇഷ്ടത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നത് ഒരു ലക്കാണ് അജു. അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിന്റെയും ശിവയുടെ കാര്യത്തിൽ എല്ലാവരും ഞങ്ങളുടെ കാര്യത്തേക്കാൾ ഹാപ്പി ആയിരിക്കും. തിരുമേനി പറഞ്ഞു കേട്ടതാണെങ്കിലും നിങ്ങൾ ഒന്നിച്ചാൽ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ തന്റെ പ്രണയത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച് മരിച്ചുപോയ രണ്ടാത്മാക്കൾക്കും ശാന്തി കിട്ടും. അജു പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നച്ചുവിന്റെ കണ്ണുകൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. ശിവ വരാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞത് കൊണ്ട് എന്തായാലും വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നീ എന്തായി നോക്കുന്നത്? അജുവിന്റെ ചോദ്യം കേട്ട് അവനെ നോക്കി. ശിവ ചിലപ്പോ വരുമെന്ന് പറഞ്ഞിരുന്നു, അതാ ഞാൻ. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കും. എന്നാലും ഒന്ന് കണ്ടിട്ട് പോയിക്കൂടെ? നിനക്ക് ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ അവനോട് പറയാമായിരുന്നില്ലേ? അവനോട് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ശരിക്കും കാണാൻ തോന്നുവാ. എന്റെ നച്ചുക്കുട്ടിക്ക് ഇത്രയും ആഗ്രഹമുണ്ട് എന്നെ കാണാൻ. ദേവേട്ടന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് തൊട്ടു പിറകെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നതാണ്. എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. വേറെ ഒന്നും ചിന്തിച്ചില്ല, ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എനിക്ക് തോന്നി ഇനി വരില്ലെന്ന്. നിന്നെ കാണാൻ ഞാൻ വരാതിരിക്കോ? എന്റെ ശിവ, ഇത്രയും നേരം ഇവൾ ഈ എയർപോർട്ട് മൊത്തം കണ്ണുകൊണ്ട് പരതി നടക്കുകയായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സ് മൊത്തം നിന്റെ കൂടെ ആയിരുന്നു അല്ലേടി? അജു, 1 മിനിറ്റ്, ഞങ്ങളിപ്പോ വരാം. ടൈമുണ്ട് ശിവ, സംസാരിച്ചിട്ടൊക്കെ വന്നാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഡി, പോയി പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് വാ. ശിവ നച്ചുവിനെ ചേർത്ത് പിടിച്ച് നടന്നു. എന്താണ് നച്ചുകുട്ടിക്ക് കണ്ടപ്പോ തന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നിയത്? ഞാൻ ഇത്രയും സമയം കാണാതായപ്പോ ഇനി വരില്ലെന്ന് കരുതി. പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ, അതാ. നച്ചു ശിവയുടെ ചുമലിൽ തല ചേർത്ത് വെച്ചിരുന്നു. ഇപ്പൊ ഒന്നും പറയാനില്ലേ ദേവേട്ടന്? ഇങ്ങനെ നിന്റെ കൂടെ ഇരിക്കുമ്പോ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനോ സംസാരിക്കാനോ തോന്നുന്നില്ല. അപ്പുവിനെ കൂടെ കൊണ്ടുവരാമായിരുന്നെങ്കിൽ അജുവിന് അവളെ ഒന്ന് കാണാലോ. ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ വന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. നിന്നെ ഇന്ന് കാണാൻ വരാൻ വേണ്ടി 2 ദിവസം ഞാൻ ഓഫീസിലെ ജോലിയൊക്കെ തീർക്കാൻ കഷ്ടപ്പെടുന്നു. അത് കണ്ട് അജയ് എനിക്ക് കളിയാക്കാൻ ഒന്നും ബാക്കിയില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരാളോട് ഇഷ്ടം തോന്നുമെന്നും ഇങ്ങനെ എന്നും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമെന്നൊക്കെ. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ പ്രണയിക്കാൻ ചാൻസ് ഉള്ളൂ എന്നാ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നത്. എന്തോ ആരോടും ഇതുവരെ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും തോന്നാത്തത് കൊണ്ട് ഞാൻ ഗേ ആണെന്ന് വരെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ അവരെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മുഖം ഓർമ്മയില്ലാത്ത ഒരു പെൺകുട്ടി മനസ്സിലേക്ക് വരും. ഞാൻ കാരണം ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും അവൾക്ക്. ഒരു മാപ്പ് പറയാനുള്ള അവസരം പോലും തരാതെ ദൈവം പോലും എന്നെ ശിക്ഷിക്കുകയാണെന്ന നച്ചു എനിക്ക് തോന്നുന്നത്. ഏയ് ദൈവട്ടാ, അതൊക്കെ വിട്ടേക്ക്. എല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ. ഞാൻ അതൊക്കെ മറന്നാലും ആ കുട്ടിക്ക് അതിന് പറ്റുമോ? നീ ആയിരുന്നു ആ പെൺകുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ എല്ലാം മറന്ന് എന്നോട് ക്ഷമിക്കുമോ നച്ചു? ദേവേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നും സംഭവിച്ചതിൽ കുറ്റബോധവും വിഷമവും ഉണ്ടെന്നും എന്നോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ ഞാനാണെങ്കിൽ ക്ഷമിക്കും. പിന്നെ ഗോഡ് ദേവേട്ടനെ ആ കുട്ടിയെ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ലേ? അത് തന്നെ ഗോഡ് ദേവേട്ടനോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? നീ എന്നെ സമാധാനപ്പെടുത്താനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം. എങ്കിലും ഒരുപാട് താങ്ക്സ്. എല്ലാം കേട്ടിട്ടും എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിന്, എന്നെ ഇഷ്ടപ്പെടുന്നതിന്, ചേർത്ത് പിടിക്കുന്നതിന്. നമ്മൾ തമ്മിൽ ഇങ്ങനെ താങ്ക്സ് ഒന്നും പറയണ്ട. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാളുടെ തെറ്റുകൾ കൊണ്ട് അകറ്റി നിർത്താതെ തിരുത്തി കൊടുത്ത് കൂടെ നിൽക്കണം എന്നാ പപ്പ പറയുന്നത്. ഒരാളും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല ഈ ഭൂമിയിൽ. സോ എല്ലാ ഇംപെർഫെക്ഷനോടും കൂടി നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റണം. എങ്കിലേ അയാൾ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാകും. നിനക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെങ്കിൽ സംസാരിക്കാൻ നല്ലോണം അറിയാം. ഒരാൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ എങ്ങനെ അവരെ കംഫർട്ട് ആക്കണമെന്ന് എന്റെ നച്ചനും മറ്റാരേക്കാളും നന്നായിട്ടറിയാം. ഐ എം സോ ഹാപ്പി ദാറ്റ് യു കെയിം ഇൻ ടു മൈ ലൈഫ്. സമയം കുറെയായി അജു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എത്തിയിട്ട് വിളിക്ക്. ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ വിളിച്ചോളാം. ഇടയ്ക്കൊക്കെ ബിസിനസിന്റെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടായാൽ വിളിക്കാൻ പറ്റില്ലെന്ന് വരാം. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കണം. നീ വിളിച്ചാൽ എത്ര തിരക്കാണേലും ഞാൻ ഫോൺ എടുക്കും. ഒന്നും പറയാതെ ശിവ പറയുന്നതെല്ലാം കേട്ടു. ഞാൻ പോട്ടെ ദേവേട്ടാ, പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറ. അജുവിനെയും കണ്ട് സംസാരിച്ച് ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ ദേവേട്ടനും മടങ്ങിപ്പോയി.